പൊതുവേ ഈ അംബാസഡർ കാറിന് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, അംബാസഡർ കാറെന്നല്ല, ഏതൊരു പഴയ വിൻറ്റേജ് വാഹനമായാലും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ റേഡിയേറ്ററിൻ്റെ ഇഷ്യൂസ്. റേഡിയേറ്ററിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പം രണ്ട് തരമാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഓവർ ഹീറ്റിംഗ്, വണ്ടി ചൂടാവുന്ന ഇഷ്യൂസ്, എസ്പെഷ്യലി നമ്മൾ AC ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഇഷ്യൂ. അതിലുപരി ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന് തുരുമ്പെടുത്തിട്ട് അതിൽ ലീക്ക് വരിക, പിന്നെ അത് കൂടെ നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യുക, വീണ്ടും തിരിച്ചു വെക്കുക, വീണ്ടും ലീക്ക് വരിക. ഒരു മെനക്കെട്ട പരിപാടിയാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് എൻ്റെ വണ്ടിക്ക് നമ്മൾ അലൂമിനിയം റേഡിയേറ്റേഴ്സ് കയറ്റിയായിരുന്നു. ഓക്കെ, അപ്പോൾ അലൂമിനിയം റേഡിയേറ്റർ കയറ്റുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന രണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂസ് നമുക്ക് ഗമ്യമായി കുറയ്ക്കാൻ പറ്റും, ബിക്കോസ് നല്ല രീതിയിൽ കൂളിംഗ് കിട്ടും. ഓക്കെ, അതിലുപരി ഈ എപ്പോഴും ഈ തുരുമ്പ് വരിക, പിന്നെ ഇത് സർവീസിന് കൊണ്ടുപോവുക, വീണ്ടും തുരുമ്പ് വരിക, ഈ ഒരു മെനക്കെട്ട പരിപാടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമയവും എഫേർട്ടും കാശും എല്ലാം ലാഭിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ അതിൽ കൂളൻ്റ് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം കൂളൻ്റെല്ലാം ഫില്ല് ചെയ്യാമെന്ന് ഓർത്ത് കുറച്ചധികം നാളിങ്ങനെ വെള്ളമായിരുന്നു അതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷെ അതിങ്ങനെ നീണ്ട് അങ്ങ് പോയി. അപ്പം ഇന്നാണ് ആ സുദിനം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മളൊരു കൂളൻ്റ് വാങ്ങുന്നു, റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുന്നു, കൂളൻ്റ് ഒഴിക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. കൂളൻ്റ് കിട്ടിയിട്ടുണ്ട്. സാധാ ഒരു കൂളൻ്റാണ്, TVSൻ്റെ വെറി കൂൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1:4 ആണ്. ഓക്കെ, വലിയ പ്രൈസൊന്നുമില്ല, 224 ആണ് MRP. നമുക്കൊരു 200-210 രൂപയ്ക്ക് റീറ്റെയിൽ പ്രൈസിൽ കിട്ടും. ഓക്കെ, പച്ച കളർ കൂളൻ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള വെള്ളം ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ റേഡിയേറ്ററിൻ്റെ താഴെയായിട്ട് ഒരു നട്ടുണ്ട്, അത് ഊരിക്കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമാണെങ്കിലും എന്തുള്ള അത് ഫ്ലഷ് ഔട്ടാവും. ലൂസായിരുന്നു അതിലിരുന്നത്. അടുത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഫ്ലഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ, റേഡിയേറ്ററിൻ്റെ അടിയിൽ വല്ലതും സെഡിമെൻസ് ആയിട്ട് കിടപ്പുണ്ടെങ്കിലോ, എന്തെങ്കിലും തുരുമ്പോ അല്ലെങ്കിൽ സെഡിമെൻസോ എന്തെങ്കിലും കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് വാട്ടർ ഒഴിച്ചൊന്ന് ഫ്ലഷ് ചെയ്യാം. അടുത്തത് നമ്മൾ കൂളൻ്റ് വാട്ടറും 1:4 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ മേടിച്ച കൂളൻ്റ് 1:4 റേഷ്യോ ആണ്. അപ്പം 1 ലിറ്റർ കൂളൻ്റിന് 4 ലിറ്റർ വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം
കുറച്ച് കൂളൻ ടാങ്ക്, അതായത് കൂളൻ ടാങ്കിലേക്കുള്ളതും ഫില്ല് ചെയ്യാം. ബാക്കി റേഡിയേറ്ററിലേക്ക് ഫില്ല് ചെയ്യാം. റേഡിയേറ്ററിൽ കൂളൻ്റ് മിക്സ് ചെയ്തത് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് റേഡിയേറ്ററിൻ്റെ താഴെയുള്ള നട്ട് ടൈറ്റ് ചെയ്യാൻ ഓർക്കുക. റേഡിയേറ്റർ ഫില്ലായതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറയുന്നതിനനുസരിച്ച് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം.